സാറ് ബി.ജെ.പിയുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട്, ശോഭാ സുരേന്ദ്രൻ. ഇത് അവസാന ഘട്ടം ആ പേര് വെട്ടിയിരിക്കുകയാണ്. അല്ല, ഈ രാജീവ് ചന്ദ്രശേഖർ മോശമൊന്നുമല്ല കേട്ടോ. ഗംഭീര പ്രകടനമല്ലേ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടത്തിയത്. വോട്ട് നന്നായിട്ട് വർദ്ധിപ്പിച്ചില്ലേ. ശശി തരൂരിനെ വെട്ടി വീഴ്ത്താൻ പറ്റിയ ഒരാൾ രാജീവായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഈ എവിടെ എന്ത് ബി.ജെ.പിയുടെ ഉന്നത സ്ഥാനങ്ങളിലും ഒഴിവ് വന്നാൽ ഉടൻ കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരും ബി.ജെ.പിയോട് അനുഭാവം പുലർത്തുന്നവരും ഒക്കെ പറയുന്ന പേരാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായിരുന്നു? ശോഭാ സുരേന്ദ്രനെ ഇറക്കൂ, ആ മണ്ഡലം അവിടെ ബി.ജെ.പിക്ക് ഇടം കിട്ടും എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രനെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും നമുക്കറിയാം അത് അനുകൂല തരംഗമാക്കി മാറ്റും. ഇനിയും മലപ്പുറത്ത് വേണേലും കൊണ്ട് നിർത്ത്, അവിടെ വോട്ട് വർധനവും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നുവെങ്കിലുള്ള നേട്ടം ഏത് തരത്തിലാകുമെന്ന് അറിയാമോ? ഒന്ന്, ഒരു സ്ത്രീയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഒരു വലിയ മൈലേജ് പാർട്ടിക്ക് കിട്ടും. ബി.ജെ.പി ആ ശോഭാ സുരേന്ദ്രനിലൂടെ തന്നെ കേരളത്തിൽ കൂടുതൽ സീറ്റ് നിയമസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈഴവ വോട്ടുകൾ നന്നായിട്ട് സമാഹരിക്കാൻ ആലപ്പുഴയിൽ ആറ്റിങ്ങിൽ കണ്ടതാണ്. CPM-ൻ്റെ ഭയമെന്ന് പറയുന്നത് ഈഴവ വോട്ടുകൾ മുഴുവൻ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ആലപ്പുഴയിലും അതുപോലെ കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലെ ഈഴവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നുള്ളത് നമ്മളോ മറ്റുള്ള ചാനലുകാരോ സ്റ്റുഡിയോയിലിരുന്ന് പറഞ്ഞതല്ല. MP ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതെല്ലാം തിരിച്ചു പിടിക്കണമെന്നാണ് അവർ ഇത്തവണ പാർട്ടി സമ്മേളനത്തിൽ തന്നെ പ്രധാനമായിട്ടും തീർച്ചപ്പെടുത്തിയ കാര്യം. അതിനുള്ള അധ്വാനം അവർ തുടങ്ങി എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി പറയുന്നുണ്ട് മൂന്നാം വട്ടവും പിണറായി വരും. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്ന പോലൊന്നും എല്ലാ ഈഴവ വിഭാഗത്തിലുള്ള എല്ലാവരും വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഈഴവ വിഭാഗത്തിലുള്ള വോട്ട് സമാഹരിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഏത് പാർട്ടിക്കുണ്ട് ഒരു സ്ത്രീയെ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കി സെക്രട്ടറി ആക്കുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ? കോൺഗ്രസിനകത്തുണ്ടോ? കോൺഗ്രസിൽ അടുപ്പിക്കില്ലല്ലോ, അല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ, സുഭാഷ് സീറ്റ് കിട്ടാഞ്ഞ് തലമുണ്ടനം ചെയ്ത് ഇന്ദിരാഭവന്റെ മുമ്പിൽ വന്നിട്ട് ഇപ്പൊ എവിടെ ഉണ്ട് ലതിക സുഭേഷ്? പാർട്ടി മാറിപ്പോയില്ലേ? ഇനിയിപ്പോൾ നോക്ക്, CPM-നകത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ടോ ആരെങ്കിലും? നമുക്കറിയാം KR ഗൗരിയമ്മയെ ഉയർത്തിക്കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്നായിരുന്നല്ലോ മുദ്രാവാക്യം. അങ്ങനെ അവരെയും ആശിപ്പിച്ചു, ആ വിഭാഗത്തിലുള്ളവരെയും ആശിപ്പിച്ചു. പിന്നെ ശൈലജ ടീച്ചർ എന്ത് പറഞ്ഞാലും ഒരു നല്ല നേതാവാണ്, നല്ല മന്ത്രിയുമായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ വീണ ജോർജ് ഇരുന്ന് കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. KK ശൈലജ നല്ല ഒരു മൈലേജ് നേടുന്നു എന്ന് കണ്ടപ്പോഴല്ലേ കോവിഡ് കാലത്ത് പിണറായി വിജയനും സംഘവും ആ വാർത്താ സമ്മേളനം പതുക്കെ ശൈലജയിൽ നിന്നങ്ങ് മാറ്റി നമ്മുടെ കാരണഭൂതൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ആദ്യം വന്നുകൊണ്ടിരുന്നത് ആരായിരുന്നു? കോവിഡിൻ്റെ കണക്കുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചറായിരുന്നു. പിന്നീടാണ് മാറ്റിയത്. കാരണം അപ്പുറത്തേക്ക് കടക്കുന്നു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് പിണറായി കേന്ദ്രീകൃതമായി കാര്യങ്ങൾ മാറുകയും ചെയ്തു. രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ശൈലജയെ മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പോൾ BJP നാം ശോഭാ സുരേന്ദ്രനിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെ ഒതുക്കി നിർത്തുന്നു എന്ന ഒരു പൊതുസമൂഹത്തിൽ ഒരു ധാരണ ഉണ്ടല്ലോ, ആ ധാരണ ഇപ്പോഴും ശരിയായിരിക്കുന്നു എന്ന് തോന്നലുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ BJP-യിലുള്ള ഒരു വിഭാഗീയത തുടരും. ഇനി വിഭാഗീയത കളിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമല്ല, ഒരവസരം വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇനിയും കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് പിണറായി തന്നെ മൂന്നാം വട്ടം അല്ലെങ്കിൽ CPM തന്നെ നയിക്കുന്ന LDF തന്നെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും.
എന്തായാലും BJPക്ക് ഇക്കുറിയൊന്നും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാനൊന്നും സാധ്യമാകത്തില്ല. അപ്പോൾ കൂടുതൽ സീറ്റുകളിലേക്ക് കടക്കാം, വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ അമരത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിഭാഗീയത രൂക്ഷമാകും. അങ്ങനെ രൂക്ഷമാകുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖർ ആകുമ്പോൾ സുസമ്മതനാണ്. രാജീവ് ചന്ദ്രശേഖരനേക്കാളും 10 മടങ്ങ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വരാൻ തക്ക യോഗ്യത ശോഭാ സുരേന്ദ്രനുണ്ട്. യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. ഈ ആലപ്പുഴ മണ്ഡലം ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇങ്ങനെയൊക്കെ BJP ഇടം പിടിക്കുമെന്ന്, ഇളക്കി മറിക്കുമെന്ന്? A ക്ലാസ് മണ്ഡലത്തിലൊന്നും പെട്ടതല്ലല്ലോ. A ക്ലാസ് മണ്ഡലമൊക്കെ വേറെ ആയിരുന്നു. അതിന് മുമ്പ് ആറ്റിങ്ങൽ ഇതിന് സമാനമായ രീതിയായിരുന്നു. 2,00,000 സ്വാധീനമില്ലാത്തൊരു സ്ഥലമായിരുന്നു ആറ്റിങ്ങൽ. 2,48,000 വോട്ടാണ്. ഈഴവ വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് വന്നു. ആലപ്പുഴയിലും അത് തന്നെ ഉണ്ടായത്. 2,99,000 വോട്ട് ആണ് അവിടെ നേടിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെയും പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞതാണ്, പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ 2016 പാലക്കാട്ട് മത്സരിച്ചതാണ്. ഈ ശോഭാ സുരേന്ദ്രനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പാർട്ടി ഇട്ട് തട്ടുന്നുണ്ട്. പക്ഷെ എവിടെ ചെന്നാലും തളരില്ല എന്നാണ് ശോഭ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും കാണിച്ചു തരുന്നത്. അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം ശോഭയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, പക്ഷെ അവർ കണക്ക് കൂട്ടുന്ന ഇതാണ്. അപ്പോഴും ഇവിടുത്തെ ഈ ഒടുക്കത്തെ വിഭാഗീയത അവസാനിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. 2016 കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ടുപോയി തൊലച്ചു. 2021 നേടി. അത് പിന്നീട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ കയ്യിലുണ്ടായിരുന്ന ഇല്ലാതാക്കി കളഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കേണ്ടതും അതും ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ഇത്രയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആകെയുള്ളത് ഇപ്പോൾ ഒരു പാർലമെൻറ്റ് സീറ്റ് മാത്രമാണുള്ളത്. എന്നിട്ട് വിഭാഗീയതയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10-15 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്താകുമായിരുന്നു? ഇവരുടെ ഈ തമ്മിൽ പോരെ രൂക്ഷമാകത്തില്ലേ? ഇപ്പം രാജീവ് ചന്ദ്രശേഖർ നമ്മൾ പറയുന്നുണ്ട് സുസമ്മതനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെങ്കിലുമൊക്കെ അദ്ദേഹത്തിനോടും എതിർപ്പ് അല്ലെങ്കിൽ നീരസമൊക്കെ വെച്ച് പ്രകടിപ്പിക്കുന്നവരോ ഉണ്ടാകാം. എന്തായാലും BJP ഇപ്പോൾ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങുകയാണ്. ഈ കുറച്ചു നാൾ മുമ്പായിരുന്നു, ഒരു 2-3 വർഷം മുൻപായിരുന്നു അണ്ണാമല എന്ന IPS-കാരനെ തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ പ്രസിഡന്റായി മാറ്റുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക്. അദ്ദേഹം വെറും ഒരു ബിസിനസ്സുകാരനല്ലോ, അതിനപ്പുറം അപാര തലയുള്ള ബിസിനസ്സുകാരനാണ്. അങ്ങനെ എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യ രാഷ്ട്രീയമായി പ്രവർത്തിച്ചു വരാതെ തന്നെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ BJP-യുടെ തലപ്പത്തെത്തും എന്ന രീതിയിലേക്ക് മാറുകയാണല്ലേ. അതാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജീവിനെ ഇറക്കിയപ്പോൾ പലരും പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തെ കണ്ടിട്ടില്ലാത്ത മുക്കും മൂലയോ അറിയാത്ത 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അവിടെ ഇവരുടെ രണ്ടുപേരുടെയും, തരൂരിൻ്റെയും രാജീവന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിയത് പാവം പന്നിയനാണ്. അപ്പോൾ രാജീവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറച്ച് നാൾ കൊണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, ഈ രാജീവ് ചന്ദ്രശേഖരനെ 1 വർഷം മുമ്പ് ഇവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ഒരു BJP പാർലമെന്റിൽ എത്തുമായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കുമായിരുന്നു. പക്ഷെ അത് നേരത്തെ ഇറക്കിയില്ല. ഇവിടെ ഇറക്കിയത് എപ്പോഴാണ്? 3-4 മാസങ്ങൾക്ക് മുമ്പല്ലേ. തീരദേശത്തുള്ളവർക്കൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ അറിയാമോ? പക്ഷെ നഗര കേന്ദ്രീകൃത ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ രാജീവന് വോട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നതിന് പാർട്ടിക്ക് വളരെ കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശോഭ പുതിയ സ്ഥാനങ്ങളിലേക്ക് ശോഭയെ കൊണ്ടുവരും. ശോഭ BJP-യിലെ പ്രസിഡന്റൊന്നും ആയില്ലെങ്കിലും ഒരു നിർണായക ഘടകമാണ്. ശോഭ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ BJP-യെ നന്നായിട്ട് ചലിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.